Assalamu alaikum wa rahmatullahi wa barakatuh. How are you, students? Okay, let us start our class. Last class we have some activities. Everybody done? Very few students are sent me. Okay. Today we are going to take next part. Before that, you do that activity. Aulad waladun wahidun waladani ithnani thalathatu ഔലാദിൻ അർബഅത്തു ഔലാദിൻ ഖംസത്തു ഔലാദിൻ ഇങ്ങനെയായിരുന്നു ആ വർക്ക് പറഞ്ഞിരുന്നത് അല്ലേ. അതേപോലെ അക്ലാമ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കലമ് കലമുൻ വാഹിദ് കലമാനി ഇസ്നാനി പിന്നെ സലാസത്തു അക്ലാമിൻ. അവിടെ കലമ് മെയിലാണ്, അതുകൊണ്ട് നമ്മളെ നമ്പർ എന്താവും? ഫീമെയിലാകും. 3 മുതൽ സലാസത്തു അക്ലാമിൻ അർബഅത്തു അക്ലാമിൻ. ഈ രൂപത്തിൽ എന്തെളുപ്പത്തിൽ എഴുതാൻ പറ്റും? എന്താ അത് ശ്രദ്ധിക്കാതെ എല്ലാവരും എഴുതി അയക്കുന്നത്? ഈ ഭാഗം ശ്രദ്ധിച്ചിട്ട് ശരിക്കും എഴുതിയിട്ട് അയക്കണം കേട്ടോ. ഓക്കെ, നമ്പർ 3 മുതൽ 10 വരെ. പിന്നെ ത്വാലിബാത്ത് അഷ്റു എന്ന് പറയാം. ഫീമെയിലിനാണ് എണ്ണുന്നതെങ്കിൽ അഷ്റു എന്ന് പറയും. മെയിലാകുമ്പോ അഷറ എന്ന് പറയും. അഷറത്തു ഔലാദിൻ അഷ്റു ബനാത്തിൻ എന്നാണ് പറയാം. ഓക്കെ നെക്സ്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിലാദി എന്നുള്ള ഒരു പോയമാണ്. ഈ പോയം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന ക്ലാസ് എടുത്തപ്പോ നല്ല ട്യൂണിലൊക്കെ നമ്മൾ അത് പാടിയിരുന്നു. ഇനിയും നിങ്ങൾക്കൊക്കെ പാടാൻ പറ്റും. നിങ്ങളെല്ലാവരും പാടി നോക്കുക. ബിലാദി ബിലാദി മാ അഹ്ലാഹ ബിലാദി ബിലാദി അന അഹ്വാഹ ഹിയ ഫീ ഐനി അഗ്ലാ ദുർറ ആശത ഹുർറ ആശത ഹുർറ. ഈ രൂപത്തിലല്ലാതെ പാടിയത്. നിങ്ങൾക്കൊക്കെ പാടാൻ അറിയാമെന്ന് പാടി നോക്കട്ടാ. അപ്പൊ നോക്ക. ഇന്നി ഉഹിബ്ബു ബലദി അന അഈശു ഫീഹി അഹ്ഫളുഹു വഅഫ്ദി ലഹു ബിനഫ്സി വഹുവ ദുർറത്തുൻ സമീനത്തുൻ ഫീ ഐനി വഅന ഹുർറുൻ ഫീ ബലദി ഫീ ഐശിൻ തയ്യിബ്. ഇതാണ് ഈ പാഠം. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഇനിയും ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് ഇനിയുള്ളത്, അലമുൽ ഹിന്ദ്. അതും കൂടി നമ്മളിപ്പോ പറയാൻ പോവുകയാണ്. അലമുൽ ഹിന്ദ്. ലുക്ക് യുവർ ബുക്ക്, പേജ് നമ്പർ 78. യറിന്നു അൽ ജറസ് യുസ്രിഉ അദ്ദാരിസൂന ഇലാ ബാഹത്തിൽ മദ്രസത്തി يقف الدارسون أمام المدرسة صفوفا يوم الاستقلال. عند المدرسة عمود يقوم ناظر المدرسة وراء العمود ويرفع العلم. علم الهند جميل وهو في 3 ألوان. وسط العلم أبيض فيه دولاب فوق الأبيض زعفراني وتحت الأبيض أخضر. This is our Indian flag. Okay. يرن الجرس, rings the bell. يسرع الدارسون إلى باحة المدرسة. The students hurry to the schoolyard. يقف الدارسون أمام المدرسة صفوفا. Students stand in front of the pillar, in front of the pillar or pole. Okay, sufufan yawm al-istiqlal, in Independence Day. Inda al-madrasati amudun, near the school a pillar. Yaqumu nadhiru al-madrasati wara al-amud wa yarfa'u al-alam. The school principal stands behind the flagpole. Then
and he raises the flag. وَيَرْفَعُ الْعَلَمْ. Nadirul Madrasa, school principal or headmaster. Okay. Alamul Hindi Jamil. Alamul Hindi Jamilun. Flag is beautiful. Indian flag is very beautiful. وَهُوَ فِي ثَلَاثَةِ أَلْوَانٍ. And it is in 3 colors. وَسْطُ الْعَلَمِ أَبْيَضٌ فِيهِ دُولَابٌ. In the middle of the flag is white with a wheel. Dulab, wheel. فَوْقَ الْأَبْيَضِ زَعْفَرَانٍ. فَوْقَ الْأَبْيَضِ زَعْفَرَانٍ. Over the white saffron. وَتَحْتَ الْأَبْيَضِ أَخْضَرٌ. Under the white green. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒരു ചെറിയ രൂപം. നിങ്ങൾക്കൊക്കെ ഇന്ത്യൻ ഫ്ലാഗ് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പാടെടുത്തപ്പോൾ എല്ലാവരോടും വരക്കാനൊക്കെ പറഞ്ഞിരുന്നു. അത് പ്രകാരം കുറച്ച് ആൾക്കാരൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ നോട്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുറെ ആൾക്കാരത് കണ്ടു. ഇനിയും വരക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വരയ്ക്കാട്ടോ. ഓക്കെ, ഇതിന്റെ മീനിങ്സ് ഏതാണ് ബാക്കിയുള്ളവർ നമ്മുടെ ബുക്കിന്റെ പേജ് നമ്പർ 96 ലാസ്റ്റ് പേജിൽ അൽ വഹദത്തുൽ ഖാമിസ എന്ന് പറഞ്ഞ ആ യൂണിറ്റിൽ ഇതിന്റെ മീനിങ്സ് ഉണ്ട് കേട്ടോ. അതും എഴുതിയിരിക്കുക. അപ്പൊ ഒന്നുകൂടി വായിക്കാം. യറിന്നു അൽ ജറസ് യുസ്രിഉ ദാരിസൂന ഇലാ ബാഹത്തിൽ മദ്രസ. എന്റെ കൂടെ വായിക്കണം കേട്ടോ. യഖിഫു അദ്ദാരിസൂന അമാമൽ മദ്രസത്തി സുഫൂഫൻ യൗമൽ ഇസ്തിഖ്ലാൽ. യൗമൽ ഇസ്തിഖ്ലാൽ മീൻസ് ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ദൽ മദ്രസത്തി അമൂദുൻ. അമൂദ് പോസ്റ്റ്, പില്ലർ എന്നൊക്കെ. വാട്ട് ഈസ് അമൂദ്? ഓക്കെ. യഖൂമു നാദിറുൽ മദ്രസത്തി വറ അൽ അമൂദ്. അമൂദ് പോസ്റ്റ്, നാദിറുൽ മദ്രസ ഹെഡ് മാസ്റ്റർ. ഓക്കെ. വയർഫഉൽ അലം. അലം ഫ്ലാഗ്. അലമുൽ ഹിന്ദി ജമീലുൻ. അലമുൽ ഹിന്ദി ജമീലുൻ. വഹുവ ഫീ സലാസത്തി അൽവാൻ. വസ്തുൽ അലമി അബിയലുൻ ഫീഹി ദൂലാബുൻ. ഫൗകൽ അബിയലി സഅഫറാനി വതഹതൽ അബിയൽ അഖ്ലർ. ഇത്രയുമാണ് നമ്മളെ ഇതിൽ പറഞ്ഞിട്ട് ഈ പാഠത്തിൽ നമുക്ക് വായിക്കാനുള്ളത്. അപ്പൊ ഈ ഭാഗം എല്ലാവരും വായിക്കാം കേട്ടോ. അതിന്റെ മീനിങ്സ് ഒക്കെ ശരിക്കും പഠിക്കുക. നമുക്ക് ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ഒരു എക്സാമും കൂടി വരുന്നുണ്ട്. 10 മാർക്കിനായിരിക്കും. അപ്പൊ അത് ആ ഭാഗങ്ങൾ, ഈ പോർഷൻസ് നിങ്ങൾക്ക് നൽകും. ഇപ്പൊ ഈ റിവിഷൻ നടക്കുന്ന റിവിഷൻ ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ റിവിഷൻ നടത്തുന്ന ഭാഗത്ത് നിന്നായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോ എല്ലാവരും ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലെ മീനിങ്സ് ഒക്കെ ശരിക്കും പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ട് അതിന്റെ അടിയിൽ എഴുതാനുള്ളതാണ്. ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കണം. ഒന്നാമത്തെ പിക്ചർ ഒരു സ്കൂളിന്റെ ഫ്രണ്ടാണ് അല്ലെ, സ്കൂളിന്റെ കോർട്ട്യാർഡാണ്. ബാഹത്തുൽ മദ്രസ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. എഴുതാത്തവർ എഴുതാം. ഒന്നാമത്തെ പിക്ചറിന്റെ അടിയിൽ ബാഹത്തുൽ മദ്രസ, പേജ് നമ്പർ 79. ആ സ്കൂളിന്റെ പിക്ചറിന്റെ താഴെ നിങ്ങൾ എഴുതേണ്ടത് ബാഹത്തുൽ മദ്രസ എന്ന് എഴുതാം. രണ്ടാമത്തെ പിക്ചർ എന്താണ്? യർഫഉൽ അലം. യർഫഉൽ അലം, അവിടെ ഫ്ലാഗ് ഉയർത്തണം. ആ പിക്ചറിന്റെ അടിയിലാണ് നിങ്ങൾ എഴുതേണ്ടത് യർഫഉ അൽ അലം. ഓക്കെ. നെക്സ്റ്റ് അൽ ഫീലു അമാമൽ ബൈത്തി. ആ വീടിന്റെ മുന്നിൽ ആരുണ്ട്? ഫീലുണ്ട്. അൽ ഫീലു അമാമൽ ബൈത്തി. അമാം, ഇൻ ഫ്രണ്ട് ഓഫ്. അമാമൽ ബൈത്തി. അൽ ഫീലു അമാമൽ ബൈത്തി. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതണം കേട്ടോ, ഒന്ന് തന്നെ. അൽ വലദു തഹ്ത ഷജറ. നെക്സ്റ്റ് അൽ വലദു തഹ്ത ഷജറ ഓർ യഖിഫുൽ വലദു തഹ്ത ഷജറ. ഓക്കെ. യറിന്നു അൽ ജറസ്. യറിന്നു അൽ ജറസ്. നെക്സ്റ്റ് യസ്റഉ തുല്ലാബു ഇലൽ മദ്രസ ഓർ യുസ്രിഉ ദാരിസൂന ഇലൽ മദ്രസ. രണ്ടും എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ദാരിസൂൻ എഴുതാം,
തുല്ലാബു എന്ന് എഴുതാം. ഏതാണ് സൗകര്യം അതുപോലെ. യസ്റാവു എന്ന് പറഞ്ഞാൽ ഹറി അപ്പ്. ആ പിക്ചർ നോക്കൂ, സ്കൂളിലേക്ക് പിന്നെ ഓടിപ്പോവല്ലേ. അപ്പൊ ഈ ഭാഗം എഴുതാനുള്ളവർ അതും എഴുതുക. ഇതില് പിന്നെ ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റി ഞാൻ ശരിയാക്കി അയക്കുന്നുണ്ട്. അത് എല്ലാവരും എഴുതണം. എഴുതിയിട്ട് എനിക്ക് അയക്കുകയും വേണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.